Millicent Moms. Pregnancy first part ആണ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പം ഇപ്പം നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് അതിനകത്ത് കുറച്ച് പോർഷൻസും കൂടെ ബാലൻസ് ഉണ്ട്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഹെൽത്തിന്റെ ഒരു ഇൻകൺവീനിയൻസ് ഒക്കെ കാരണം പാർട്ട് 2 ആയിട്ട് ഇടുന്ന ഇത്. അപ്പം ഇന്നിപ്പോൾ നമുക്ക് അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ്. ഇന്നിപ്പോൾ ഉള്ള പോർഷൻസ് തന്നെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. അതിന്റെ മെയിൻ പോർഷൻസ് എല്ലാം അതിന്റെ ഫസ്റ്റിലാണ്. പിന്നെ ഇപ്പോൾ ഇതിന്റെ ലാസ്റ്റ് പോർഷനിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് കാണാം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രീവിയസ് വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റുഡൻറ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ അയച്ചാൽ മതി. അപ്പോൾ നമ്മളതിൻ്റെ വാട്സാപ്പ് സ്റ്റുഡൻറ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇല്ല. അതിന് പകരം നമുക്ക് ടെലഗ്രാമിലാണ് നമുക്ക് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ ആരാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് millicentmoms08@gmail.com മെയിൽ അയച്ചാൽ മതി. നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ക്രൈറ്റീരിയ വെച്ച് നമുക്ക് റിപ്ലൈ ചെയ്തെങ്കിലേ നമ്മളതിന് റിപ്ലൈ ചെയ്യത്തുള്ളൂ, അല്ലാത്ത പക്ഷം നമ്മൾ റിപ്ലൈ ചെയ്യത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഡയബറ്റിസ് മെലൈറ്റിസ് ആയിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഡയബറ്റിസ് മെലൈറ്റിസ് ഇൻ പ്രഗ്നൻസി. അപ്പം ഡയബറ്റിസ് മെലൈറ്റിസ് ഇൻ പ്രഗ്നൻസി ഞാൻ പറഞ്ഞിരുന്നു രണ്ട് രീതിയിലാണ് നമുക്ക് വരുന്നത്. വൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റിസ് മെലൈറ്റിസും, രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റിസ്, അതായത് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ ഉള്ള ഡയബറ്റിസ് മെലൈറ്റിസും. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണുള്ളത്. അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്നതാണോ അത് ക്ലിയർ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെദർ ഇറ്റ് ഈസ് പ്രീ എക്സിസ്റ്റിംഗ് ഓർ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് മാനേജ്മെന്റ് ഉണ്ടല്ലോ. അപ്പം പ്രഗ്നൻസി കോഡ് നമ്മൾ ഈ ഡയബറ്റിസ് കോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ലോങ് ടേം യൂസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക്സ് നമ്മൾ കോഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അത് കൂടുതലും വരുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റിസ് മെലൈറ്റിസ് ഉള്ള കേസസിലാണ്. ഇപ്പം പേഷ്യന്റ് ഇപ്പോൾ ഓൾറെഡി നോൺ കേസ് ഓഫ് DM ആണ്, പേഷ്യന്റ് ഇപ്പം ഓറൽ ഹൈപ്പോഗ്ലൈസെമിക്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ, അപ്പം അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനെ കൊണ്ട് നമ്മളൊരു കോഡ് നമ്മൾ കൊടുക്കണം. അതാണ് EZ79.4 എന്ന് പറയുന്നത്. EZ79 കാറ്റഗറിയിൽ വരുന്നത് ലോങ് ടേം യൂസ് ഓഫ് മെഡിക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് കോഡ്സ് വരുന്നത് ലൈക്ക് Z79.84 വരുന്നുണ്ട്, Z79.4 വരുന്നുണ്ട്. അപ്പം നമ്മൾ സ്പെസിഫിസിറ്റി നോക്കുക, ഇൻസുലിൻ ആണോ ലോങ് ടേം യൂസ് ചെയ്യുന്നത്, ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ആണ്, എന്താണ് പേഷ്യന്റ് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് ജസ്റ്റ് കാറ്റഗറി കോഡ് നിങ്ങൾക്ക് ഞാൻ ഇൻഡിക്കേഷൻ തരുന്നത് Z79 ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ബുക്കിന്റെ ഫ്രണ്ടിലായിരിക്കുന്നെങ്കിൽ ആ കോഡ് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സബ് ഡിവിഷൻ കോഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സിനാരിയോ അനുസരിച്ചിട്ട് നമുക്ക് കോഡ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിക്ക് ചെയ്ത് എടുക്കാനെ കൊണ്ടും പറ്റും. ഓക്കെ, അപ്പം അതാണ് ഡയബറ്റിസിന്റെ കാര്യങ്ങൾ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റിസിന്റെ കോഡിങ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിന്റെ കോഡിങ്ങിന്റെ വരുന്നത് O24.4 ആയിരിക്കും നമ്മുടെ പ്രൈമറി. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. O24.4 ആയിരിക്കും നമുക്ക് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഞാനിപ്പം പറഞ്ഞ പോലെ Z79.84 അതിന്റെ ലോങ് ടേം യൂസ് ഓഫ് ഐദർ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഓർ ഇൻസുലിൻ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ Z79.84. പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, ഇപ്പം ഞാൻ ഈ കോഡ് പറഞ്ഞ സമയത്ത് ഞാനങ്ങ് ഓർത്തപ്പോൾ ഞാനങ്ങ് പറയുക നിങ്ങളുടെ അടുത്ത്, ലൈക്ക് ഇപ്പം ബുക്ക് വെച്ച് ഞങ്ങൾ ഈ പറയുന്ന എക്സാമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതായത് ഇപ്പം കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സോഫ്റ്റ് കോപ്പി വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ. അപ്പോൾ സോഫ്റ്റ് കോപ്പി വെച്ച് നിങ്ങൾ പഠിക്കുമ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സിസ്റ്റവുമായിട്ടായിരിക്കും നിങ്ങൾ ഈ യൂസ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഈ സിസ്റ്റവുമായിട്ട് യൂസ് ആവുന്നത് നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മൾ ജോലിയിൽ കയറുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഓപ്പൺ ബുക്ക് എക്സാം. അപ്പം നമുക്ക് ബുക്ക് വെച്ച് തന്നെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കാനായിട്ട് ഇതിപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിലല്ലാതെ നമ്മുടെ ചാനലൊക്കെ മാത്രം ഡിപ്പെൻഡ്, അല്ലെങ്കിൽ വേറെ ചാനൽ മാത്രമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമുള്ള ഒരു അഡ്വൈസ് ആണ്, നിങ്ങളൊരു ഹാർഡ് കോപ്പി ഇതിൻ്റെ ബുക്ക് നിങ്ങൾ എടുക്കണം. സിറോക്സ് കോപ്പി മതി നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പം ആ കോപ്പി എടുത്ത് വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പം നമ്മൾ ഈ കോഡ് പറയുമ്പോൾ ഇപ്പോൾ തന്നെ O24.4 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കോഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ബട്ട് വൺസ് നിങ്ങൾ സിസ്റ്റവുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാവായി ഒന്നുമില്ല. പക്ഷെ ഈ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് ആ കോഡ് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാനായിട്ട് ബുക്ക് നിങ്ങൾക്ക് ഹാൻഡി ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പം എപ്പോഴും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഹാർഡ് കോപ്പി ബുക്സ് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ പെട്ടെന്ന് ഓർത്ത സമയത്ത് കേട്ടോ. ഇതാണ് ഡയബറ്റീസിന്റെ കോഡിംഗ് സീക്വൻസ് വരുന്നത്. ഫസ്റ്റ് കോഡ് വരുന്നത് O24.4 സെക്കൻഡ് കോഡ് വരുന്നത് Z79. ബേസ്ഡ് ഓൺ ദ കോഡിന്റെ കാറ്റഗറി എന്താണോ അതനുസരിച്ചിട്ടും വേണം ചെയ്യാനെ കൊണ്ട്. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക്. സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക് ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെപ്സിസും സെപ്റ്റിക് ഷോക്ക്, സിവിയർ സെപ്സിസ് ഇതെല്ലാം നമ്മൾ പ്രീവിയസ്ലി എടുത്താണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ താഴെ നമ്മൾ അതിന്റെ ലിങ്ക് ഇടാം. അത് കണ്ടിട്ടില്ലാത്തവർ പോയെന്ന് കാണാം. സെപ്സിസിന്റെ കോഡിംഗ് ഗൈഡ്ലൈൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ നിങ്ങൾ വൺസ് ജോബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഇൻപേഷ്യന്റ് കോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സെപ്സിസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഡ്സ് ഒത്തിരി കണ്ടമാനം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ചാപ്റ്ററിന്റെ ഗൈഡ് ലൈൻസ് തറവായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ച് പോകും. അപ്പോൾ പ്രഗ്നൻസിയിൽ എങ്ങനെയാണ് സെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് പ്യൂപ്പേറിയൽ സെപ്സിസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പ്യൂപ്പേറിയൽ സെപ്സിസ് എന്ന് പറഞ്ഞാൽ വൺസ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്നേറ്റൽ മദറായിട്ടിരിക്കുമ്പം നമുക്ക് സെപ്സിസിനുള്ള ചാൻസസ് ലൈക്ക് വൂണ്ട് ഇൻഫെക്ഷൻ. അപ്പം പ്രൈമറി എന്ന് പറയുന്നത് വൂണ്ട് ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം നമുക്ക് സെപ്സിസ് ഉണ്ട്. അപ്പോൾ സെപ്സിസിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു? ഫീവർ, റെഡ്നെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ സിംറ്റംസ് ആയിട്ട് വരും. അപ്പം ഇങ്ങനത്തെ സിംറ്റംസ് പോസ്റ്റ് നേറ്റൽ പീരീഡിൽ നമുക്ക് വരുമ്പം നമ്മളത് ശ്രദ്ധിക്കണം. വെദർ ഇറ്റ് ഇസ് എൻ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെന്ന് വരില്ല, ദെൻ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെദർ ഇറ്റ്സ് ലീഡിങ് ടു സെപ്സിസ് ഓർ സിവിയർ സെപ്സിസ്. ചിലർക്ക് സെപ്റ്റിക് ഷോക്ക് വരെയും പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഡ്യൂ ടു അൺഹൈജീനിക് പ്രാക്ടീസസ് ഒക്കെ കാരണം നമുക്ക് അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് പോസ്റ്റ്നേറ്റൽ പീരീഡിൽ നമുക്ക് UTI പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഓക്കെ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുക വെദർ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു പ്യൂപ്പേറിയൽ സെപ്സിസ്. അപ്പം നമ്മുടെ സിനാരിയോ നമ്മൾ വായിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക വെദർ ഇറ്റ് ഈസ് പ്യൂപ്പേറിയൽ സെപ്സിസ് ഓർ നോർമൽ സെപ്സിസ്. പ്യൂപ്പേറിയൽ സെപ്സിസ് ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പ്രൈമറി കോഡ് എന്ന് പറയുന്നത് O സീരീസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ കോഡ് ചെയ്യേണ്ടത്. അപ്പം അതിന്റെ കോഡ് എന്ന് പറയുന്നത് സെപ്സിസിന്റെ കോഡിന്റെ സെപ്സിസ് സെപ്റ്റിക് ഷോക്കിന്റെ കോഡ് വരുന്നത് O03.87 ആണ് വരുന്നത്. പ്രഗ്നൻസിയിലും ഇൻ പ്രഗ്നൻസി ആണ് കേട്ടോ ഈ പറയുന്നത്. O കോഡ് എവിടെ വന്നാലും ഓർത്തോണം പേഷ്യന്റ് പ്രഗ്നന്റ് ആണ്. അപ്പം പ്രഗ്നൻസിയിലെ കാര്യമാണ് പറയുന്നത്. അപ്പം അതിന്റെ കൂടി B95.61 എന്ന് പറയുന്നത് എന്നെ എഴുതിയേക്കണേ. B95.61 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വരുന്നത് കോസേറ്റീവ് ഓർഗാനിസം എന്നതാണോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ O03.87 എന്ന് പറയുന്നത് സെപ്സിസ് ഫോളോഡ് കംപ്ലീറ്റ് ഓർ അൺസ്പെസിഫൈഡ് സ്പോണ്ടേനിയസ് അബോർഷൻ, അതായത് അബോർഷൻ ആയതിനു ശേഷമുള്ള സെപ്സിസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഡ്യൂ ടു റീറ്റെയിൻഡ് പ്രോഡക്ട്സ്. അതായത് ഇപ്പം അബോർഷൻ ആവുന്ന സമയത്ത് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് അബോർഷൻ അല്ലാന്ന് വെച്ചാൽ നമ്മൾ കൺസീവ് ചെയ്ത പ്രോഡക്ട്സ് എന്തെങ്കിലും നമുക്ക് റിമെയിൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്സിസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഈ O03.87 എന്ന് പറയുന്നത് സെപ്സിസ് ഫോളോവിങ് കംപ്ലീറ്റ് ഓർ അൺസ്പെസിഫൈഡ് സ്പോണ്ടേനിയസ് അബോർഷൻ എന്നാണ് അതിന്റെ കോഡ് വരുന്നത്. അപ്പൊ അതിന്റെ കാറ്റഗറി കോഡ് ഇവിടെ നമ്മൾ അതിന്റെ താഴെ പോസിറ്റീവ് ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്. B95.61 എന്ന് പറയുന്നത് MSSA ആണ്, മെത്തിസിലിൻ സസെപ്റ്റബിൾ സ്റ്റെഫാലോകോക്കസ് ഓറിയസ്. അപ്പം എന്താണോ അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം, അപ്പൊ അതിന് അവർ കൾച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത് അനുസരിച്ചിട്ട് വേണം നമ്മൾ പോസിറ്റീവ് ഓർഗാനിസത്തിനെ ഡിഫൈൻ ചെയ്തിട്ട് ഫ്രം കാറ്റഗറി B നമ്മളൊരു കോഡ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് ആരോ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത് കാറ്റഗറി കോഡ്സ് എല്ലാം റിമെമ്പർ ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാരണവശാലും കാറ്റഗറി കോഡ്സ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, A സീരീസ് വന്ന ഇൻഫെക്ഷൻ വരും, അതൊരിക്കലും ഒന്നും മെമ്മറൈസ് ചെയ്യാനായിട്ട് പറയുന്നില്ല. ബട്ട് ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും. O സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇറ്റ് ബിലോങ്സ് ടു പ്രഗ്നൻസിക്കോ. ഇപ്പൊ നമുക്കിവിടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഓർഗാനിസം കോഡ് ചെയ്യണമെന്ന് പറയുമ്പം ഇഫ് യു നോ ദ കാറ്റഗറി കോഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും പോസിറ്റീവ് ഓർഗാനിസം ബിലോങ് ചെയ്യുന്നത് B സീരീസിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആൻസറിലോട്ട് എത്താനായിട്ടുള്ള ഒരു വേ ആണ് നിങ്ങൾ കാറ്റഗറി കോഡ്സ് ഓർത്തിരിക്കുവാണെങ്കിൽ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഒരു പോയിന്റ് കൂട്ടി ചേർക്കാനുള്ളത്. അപ്പൊ ഇതിന് സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്കിന് കോഡ്സ് വരുന്നത് O കോഡ് വരും, ദെൻ സെക്കൻഡറി ആയിട്ട് കോസേറ്റീവ് ഓർഗാനിസം കോഡ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലോ. ഓക്കെ, പ്യൂപ്പേറിയൽ സെപ്സിസിന്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് O85 ആണ്. ഇത് ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് അബോർഷൻ റിലേറ്റഡ് ആണ്, സെക്കൻഡ് വൺ പ്യൂപ്പേറിയൽ സെപ്സിസ്. പ്യൂപ്പേറിയൽ സെപ്സിസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം സിനാരിയോ വായിച്ചു നോക്കി പ്യൂപ്പേറിയൽ സെപ്സിസ് ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി കോഡ് O85 വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇവിടെയും സെയിം തിങ് ആപ്ലിക്കബിൾ ആണ്. ഇഫ് ദർ ഇസ് എ പോസിറ്റീവ് ഓർഗാനിസം ഐഡന്റിഫൈഡ്, നമ്മൾ കൾച്ചർ ചെയ്തോ എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു പോസിറ്റീവ് ഓർഗാനിസത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ B കോഡ് അതിന്റെ താഴെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കോഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് പ്യൂപ്പേറിയൽ സെപ്സിസ് എന്ന് പറയുന്നത്. Then next one, alcohol and tobacco use during pregnancy, childbirth and puerperal. Alcohol and tobacco use.
ഇത് രണ്ടും വരുന്നുണ്ട്. രണ്ടും 2 പോയിന്റ് ആയിട്ടാണ് വരുന്നത്. ബട്ട് കണ്ടന്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളും പിന്നെ വരുന്നത് ടൊബാക്കോയും. അത്രയുമേ വ്യത്യാസമുള്ളൂ ഇതിനകത്ത്. അപ്പം ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ടാവും ലൈക്ക് ഹാബിറ്റുവേറ്റഡ് ടു ആൽക്കഹോൾ അല്ലെങ്കിൽ ഹാബിറ്റുവേറ്റഡ് ടു സ്മോക്കിംഗ് അങ്ങനെ. അപ്പം ഇങ്ങനെ വരുന്ന കേസസിൽ ഉറപ്പായിട്ടും അത് നമുക്ക് ഫീറ്റസിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതേപോലെ തന്നെ നമ്മളിപ്പം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇഫ് ഐ ആം ആൽക്കഹോളിക് അല്ലെങ്കിൽ ഇഫ് ദ പേഷ്യന്റ് ഇസ് ആൽക്കഹോളിക്, അവർ ഉറപ്പായിട്ടും കൺസൾട്ട് ചെയ്യാൻ ചെല്ലുന്ന ടൈമിൽ ദേ ഷുഡ് ടെൽ. അവർ ഉറപ്പായിട്ട് ഡോക്ടറെ അടുത്ത് പറയണം ലൈക്ക് ഐ ആം ആൽക്കഹോളിക്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കംപ്ലീറ്റ് ആൽക്കഹോളിക് ആണോന്നില്ല, കുറച്ച് കഴിക്കുന്ന ആളാണെങ്കിൽ കൂടി അവരത് ഡോക്ടറിനെ ഇന്റിമേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാവുന്ന ബേബി എന്ന് പറയുന്നത് ക്രാക്ക് ബേബി. ഇപ്പൊ കൊക്കൈന്യൂസ് ഒക്കെ ഉള്ള മദേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ക്രാക്ക് ബേബി സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് അത് ഉണ്ടാവുന്ന കുഞ്ഞിനുണ്ടാകുന്ന അസുഖമാണ് ക്രാക്ക് ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻകൂട്ടി പ്രിവെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് പറയണം ഐ ആം എ സ്മോക്കർ, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആണെങ്കിൽ ഞാൻ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറയണം. അപ്പം അതനുസരിച്ചിട്ടായിരിക്കും അവർ പ്രിവെന്റീവ് മെഷേഴ്സ് വെച്ചിട്ടായിരിക്കും അവർ നമുക്ക് കൺസൾട്ടേഷൻ തരും. ഇത് നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പേഷ്യന്റ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കാറ്റഗറി കോഡ് വരുന്നത് O99.31 ആണ് നമുക്ക് അതിന്റെ കാറ്റഗറി കോഡ് വരുന്നത്. നിങ്ങൾ ബുക്കിന്റെ ഫ്രണ്ടിലായിരിക്കുന്നെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ആ കോഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ O99.31 ആണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. സെക്കൻഡറി ആയിട്ട് നിങ്ങൾ കോഡ് ചെയ്യേണ്ടത് ആൽക്കഹോൾ റിലേറ്റഡ് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ചില കേസസിൽ ഇപ്പൊ പ്രഗ്നൻസിയിൽ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പേഷ്യൻസിന് ഇപ്പം ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടാവും അറ്റ്ലീസ്റ്റ് ടിൽ ദ ടൈം ഓഫ് ഡെലിവറി. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ എന്തെങ്കിലും വിഡ്രോവൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ വിഡ്രോവൽ സിംറ്റംസും ആൽക്കഹോളിന് വരുമ്പോഴത്തേക്കും 3 കോഡ്സ് ആണ് നിങ്ങൾ കോഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് O99.31 സീരീസിൽ വരും. സെക്കൻഡറി ആയിട്ട് F കോഡ്. തേർഡ് വൺ വീക്ക് ഓഫ് ജെസ്റ്റേഷൻ. വീക്സ് ഓഫ് ജെസ്റ്റേഷൻ ഒരു കാരണവശാലും കോഡ് ചെയ്യാൻ മറന്നു പോകരുത്. കമ്പൽസറി ആയിട്ട് കോഡ് ചെയ്യണം. ഏത് സിനാരിയോ ആണെങ്കിലും, സെപ്സിസ് ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞ ഏതാണെങ്കിലും നമ്മളത് കോഡ് ചെയ്തേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൊബാക്കോ യൂസ് ആണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ആൽക്കഹോളും വരുന്നുണ്ട്, ടൊബാക്കോയും വരുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വൺ ടൊബാക്കോ ആണ്. ടൊബാക്കോ ആണെങ്കിൽ വരുന്നൊരു കാര്യം ജസ്റ്റ് കാറ്റഗറി കോഡിന് ചെറിയൊരു ചേഞ്ചേ വരുന്നുള്ളൂ. ആൽക്കഹോൾ ആണെങ്കിൽ O99.31 വരുന്നതെങ്കിൽ ടൊബാക്കോ ആകുമ്പോഴത്തേക്കും O99.33 ആണ് ഇതിനകത്ത് വരുന്നത്. അത്രയും മാത്രമേ ഇതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങളെ കോഡ്സ് ഒന്ന് എടുത്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നത്തെ സെക്കൻഡറി കോഡായിട്ട് എന്നതാ വരുന്നത്. അപ്പൊ ആൽക്കഹോളിന് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തെങ്കിലും വിഡ്രോവൽ സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉള്ള കേസ് ആണെങ്കിൽ നമ്മൾ അത് കോഡ് ചെയ്യണം ഞാൻ പറഞ്ഞു. അപ്പൊ അതല്ല ഈ ടൊബാക്കോയുടെ കേസിനകത്ത് എന്നാ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിക്കോട്ടിൻ ഡിപ്പെൻഡൻസ് വേണം കോഡ് ചെയ്യാനായിട്ട്. ടൊബാക്കോ നിക്കോട്ടിൻ ആണല്ലോ, അപ്പൊ നിക്കോട്ടിൻ ഡിപ്പെൻഡൻസ് വേണം നമ്മൾ കോഡ് ചെയ്യാൻ. അതും നമ്മൾ F സീരീസിൽ തന്നെയാണ് അതിന്റെ കോഡ്സ് വരുന്നത്. നമ്മൾ ആ മെന്റൽ ഹെൽത്തിന്റെ ചാപ്റ്ററിന്റെ അകത്ത് നമ്മളിത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, യൂസ്, അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അപ്പം ഈ F17 കാറ്റഗറി കോഡാണ് നമ്മൾ സെക്കൻഡറി ആയിട്ട് കോഡ് ചെയ്യേണ്ടത്. നിക്കോട്ടിൻ ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ സെക്കൻഡറി ആയിട്ട് കോഡ് ചെയ്യുന്നത്. ടെർഷ്യറി കോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തേർഡ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ വീക്സ് ഓഫ് ജെസ്റ്റേഷൻ ആയിരിക്കും. അത് ബൈ ഡിഫോൾട്ട് എല്ലാ പ്രഗ്നൻസി റിലേറ്റഡ് കേസസും കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീക്സ് ഓഫ് ജെസ്റ്റേഷൻ കോഡ് ചെയ്യാനെ കൊണ്ട് മറന്നു പോകരുത്. ഓക്കെ, അപ്പം ഇതാണ് ആൽക്കഹോളും ടൊബാക്കോ യൂസിനകത്തും. ഓക്കെ, അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോയ്സണിങ്, ടോക്സിക് എഫക്ട്, അഡ്വേഴ്സ് ഇഫക്ട്സ് ആൻഡ് അണ്ടർഡോസിങ് ഇൻ എ പ്രഗ്നന്റ് പേഷ്യന്റ്. അപ്പം ഈ പോയ്സണിങ്, അണ്ടർഡോസിങ്, അഡ്വേഴ്സ് ഇഫക്ട്സ് ഇങ്ങനെ വരുന്ന എല്ലാം ഒരു ഇച്ചിരി കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ. അതിന് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്, അത് ഞങ്ങൾ എടുത്തു തരും. അപ്പം ബട്ട് ഇതിന്റെ കോഡ്സ് നിങ്ങൾ പിക്ക് ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ഡ്രഗ് ആൻഡ് കെമിക്കൽ ടേബിളിൽ നിന്ന് വേണം നിങ്ങൾ കോഡ്സ് പിക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ ഇൻഡെക്സ് ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ടാബ്ലർ ലിസ്റ്റിലേക്ക് ലീഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽ ടേബിൾസിൽ പോവുകയാണെങ്കിലാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. Patient admitted with accidental carbon monoxide poisoning from gas heating implement. The patient is 18 weeks pregnant. അപ്പം ഇവിടെ എന്താണ്? ആക്സിഡന്റൽ പോയ്സണിങ് ആണ്. ഗ്യാസ് ഇൻഹെയിൽ ചെയ്തു, കാർബൺ മോണോക്സൈഡ് പേഷ്യന്റ് ഇൻഹെയിൽ ചെയ്തു, 18 വീക്സ് പേഷ്യന്റ് പ്രഗ്നന്റ് ആണ്. ഇതാണ് ഇവരോട് പറഞ്ഞിരിക്കുന്ന സിനാരിയോ. അപ്പം ഇവിടെ നമുക്ക് വരുന്നത് ഫസ്റ്റ് വൺ നമ്മൾ കോഡ് ചെയ്യേണ്ടത് കാറ്റഗറി കോഡ് ഫോർ ദിസ് പോയ്സണിങ്. അപ്പം O9A.212 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 212 ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ലാസ്റ്റ് വൺ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ട്രൈമിസ്റ്റർ ആണ്. ഇതിപ്പം സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ 2 വന്നിരിക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഇവിടെ ഇത് 10 വീക്കും ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് 1 എന്ന് വന്നേനെ, ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ വന്നേനെ. ഞാൻ പറഞ്ഞിരുന്നു 0 to 14 വീക്സ്, അത് 13 വീക്സ് ആൻഡ് 7 ഡേയ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ട്രൈമിസ്റ്റർ,
14 to 27 and 7 days എന്ന് പറഞ്ഞ സെക്കൻഡ്, ദെൻ റിമൈനിങ് ആണ് നമുക്ക് തേർഡ് ട്രൈമസ്റ്റർ. പിന്നെ 18 എന്ന് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഫോളോ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്കിത് 2 ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കാർബൺ മോണോക്സൈഡ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അൺഇൻറ്റൻഷണൽ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോക്സിക് ഇഫക്റ്റ് ഓഫ് കാർബൺ മോണോക്സൈഡ് അൺഇൻറ്റൻഷണൽ എന്നുള്ള രീതിക്കാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡ്രഗ് ആൻഡ് കെമിക്കൽ ടേബിൾ എടുത്തിട്ട് കാർബൺ മോണോക്സൈഡ് എന്ന് എടുക്കുക. കാർബൺ മോണോക്സൈഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മുകളിലായിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്റൻഷണൽ പോയ്സണിങ്, അണ്ടർ ഡോസിങ്, ഓവർ ഡോസിങ്, അഡ്വേഴ്സ് ഇഫക്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനകത്ത് നിന്ന് അൺഇൻറ്റൻഷണൽ എന്നുള്ളത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളുടെ കോഡിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് T58.11XA. എ എന്ന് പറയുന്നത് എൻകൗണ്ടർ ആണ്, ഇനീഷ്യൽ എൻകൗണ്ടർ, സബ്സിക്വന്റ് എൻകൗണ്ടർ ആൻഡ് സീക്വൽ എന്നുള്ളത്. അത് നമുക്ക് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ മുന്നേ ഉള്ള ചാപ്റ്ററിനകത്ത് എം സീരീസ് ഒക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വീക്സ് ഓഫ് ജസ്റ്റേഷൻ. എല്ലാ കോഴ്സിലും പറയുന്ന പോലെ തന്നെ വീക്സ് ഓഫ് ജസ്റ്റേഷൻ മസ്റ്റ് ആണ്. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് 18 വീക്സ് പ്രഗ്നൻസി എന്ന് പറഞ്ഞേക്കുന്ന കാരണം നിങ്ങൾ 18 വീക്സ് എന്ന് പറയുമ്പോൾ Z3A.18 ആണ് നിങ്ങൾ കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് പോയ്സണിങ്, അഡ്വേഴ്സ് ഇഫക്റ്റിംഗ്, അണ്ടർ ഡോസിങ്. ഫസ്റ്റ് വൺ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റിംഗ്, ഇഞ്ചുറി ആൻഡ് പോയ്സണിങ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി. സെക്കൻഡ് വൺ വാട്ട് ഈസ് ദ കോംപ്ലിക്കേഷൻ. അപ്പം ഇതിനകത്ത് വരുന്ന കാർബൺ മോണോക്സൈഡ് അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഇൻഹേലേഷൻ ആണ്. തേർഡ് വൺ വീക്സ് ഓഫ് ജസ്റ്റേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് പോയ്സണിങ്ങിനകത്ത് വരുന്ന ഒരു കാര്യം. ഇത്രയുമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ദ നെക്സ്റ്റ് വൺ ഇസ് നോർമൽ ഡെലിവറി കോഡ്. നോർമൽ ഡെലിവറിയുടെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് O80 ആണ്. നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് വജൈനൽ ഡെലിവറി. ഫുൾ ടേം വജൈനൽ ഡെലിവറിക്കാണ് നമ്മൾ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. ഫുൾ ടേം എന്ന് പറഞ്ഞാൽ 36 വീക്സ് ആൻഡ് അബവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടേം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫുൾ ടേം വജൈനൽ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ഈ നോർമൽ ഡെലിവറിയുടെ കാറ്റഗറി കോഡ് O80 ആണ്. അപ്പം O80 കോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഔട്ട്കം ഓഫ് ഡെലിവറി, വാട്ട് ഈസ് ഔട്ട്കം ഓഫ് ഡെലിവറി? ബേബിയാണ് ഔട്ട്കം ഓഫ് ഡെലിവറി. ഔട്ട്കം ഓഫ് ഡെലിവറി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കോഡ് ചെയ്യണം Z37.0. അന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു മെറ്റേണൽ റെക്കോർഡിലെ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ റെക്കോർഡിൽ പോകാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ കോഡ് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം. Z37.0 നമ്മൾ മെറ്റേണൽ റെക്കോർഡിലാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ കോഡ് ചെയ്യണം. അതാണ് നോർമൽ ഡെലിവറിയുടെ കേസിനകത്ത് വരുന്നത്. അത് ഇതിനകത്തപ്പം നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ലൈക്ക് ഫോർസെപ്സ് ഡെലിവറി, വാക്യൂം ഡെലിവറി, അങ്ങനത്തെ ഒന്നും വരുന്നില്ല. പേഷ്യന്റ് ഫുൾ ടേം ആണ്, നോർമൽ ഡെലിവറിയാണ്, വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതുള്ള നോർമൽ ഡെലിവറിയാണ്. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻകൗണ്ടർ ഫോർ ഫുൾ ടേം അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി. അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അൺകോംപ്ലിക്കേറ്റഡ് ഡെലിവറിയാണ്. അൺകോംപ്ലിക്കേറ്റഡ് ഡെലിവറി. ഓക്കെ, അപ്പം അതായത് വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ലൈക്ക് അതാണ് ഞാൻ പറഞ്ഞത്, വാക്യൂം ഡെലിവറിയോ ഫോർസെപ്സ് ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഫുൾ ടേം വിത്ത് നോർമൽ വജൈനൽ ഡെലിവറി വരുന്ന കേസസിലാണ് നമ്മളിങ്ങനെ O80 സീരീസ് നമ്മൾ കോഡ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അൺകോംപ്ലിക്കേറ്റഡ് ഡെലിവറി വിത്ത് റിസോൾവ്ഡ് ആന്റിപാർട്ടം കോംപ്ലിക്കേഷൻസ്. ഇതെന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ uncomplicated delivery, that means delivery is uncomplicated with resolved antepartum complications. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില കേസസിലൊക്കെ നമുക്ക് ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോൾ, സെക്കൻഡ് വീക്ക് അല്ല സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഒരു 18th വീക്ക് 17th വീക്ക് ഒക്കെ ആകുന്ന ടൈമിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ലോ ലൈൻ പ്ലാസന്റ് ആണ് അങ്ങനെയൊക്കെ ചില കേസസിൽ ഡോക്ടേഴ്സ് പറയും. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മളൊരു മൈൽഡ് കോംപ്ലിക്കേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഗെറ്റ് റിസോൾവ്സ്. ഓക്കെ, അപ്പം എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ ബേബി വൺസ് റൊട്ടേറ്റ് ആയി കഴിയുമ്പോൾ, ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ നോർമൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ വേർട്ടെക്സ് പ്രസന്റേഷൻ, ഹെഡ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഡെലിവറിയുടെ ടൈം ആകുമ്പോഴത്തേന് കുഞ്ഞിന്റെ തല റൊട്ടേറ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരാതിരിക്കുന്ന കേസസിലാണ് നമ്മൾ ബ്രീച്ച് പ്രസന്റേഷൻ പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം പേഷ്യന്റ് ഇപ്പൊ എന്തെങ്കിലും ഒരു ലോ ലൈൻ പ്ലസന്റ് അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു കേസ് ആയിരുന്നു എന്ന് വെച്ചു. അപ്പം ഡോക്ടർ അതിനെ ട്രീറ്റ് ചെയ്തിരുന്നു. ട്രീറ്റ് ചെയ്തിട്ട് അത് റിസോൾവ് ആയി. ബട്ട് ഡെലിവറിയുടെ ടൈം ആയപ്പോഴത്തേന് എവറിത്തിങ് ഇസ് നോർമൽ ആൻഡ് നോർമൽ വജൈനൽ ഡെലിവറി നടക്കുന്ന കേസ് ആണെങ്കിൽ നമ്മൾ കോഡ് ചെയ്യുന്നത് O80 ആയിരിക്കും കോഡ് ചെയ്യുന്നത്. നോർമൽ ഡെലിവറി ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ഗൈഡ് ലൈൻ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പേഷ്യന്റിന് ഓക്കെ ലോ ലൈൻ പ്ലസന്റ് അല്ലെങ്കിൽ പ്ലസന്റ പ്രീവിയ ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് കോഡ് ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡോക്ടറിന്റെ നോട്ട്സിൽ ഡോക്ടർ എഴുതിയിട്ടുണ്ട് ആന്റിപാർട്ടം കോംപ്ലിക്കേഷൻസ് ആർ റിസോൾവ്ഡ് ആൻഡ് പേഷ്യന്റ് ഇസ് നൗ ഫോർ നോർമൽ ഡെലിവറി എന്ന് എഴുതിയേക്കുവാണെങ്കിൽ O80 കോഡ് ചെയ്തിട്ട് നിങ്ങൾ ഔട്ട്കം ഓഫ് ഡെലിവറി Z37.0 ആയിരിക്കണം നിങ്ങൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം.
നെക്സ്റ്റ് വൺ ഈസ് ഔട്ട്കം ഓഫ് ഡെലിവറി. ഔട്ട്കം ഓഫ് ഡെലിവറി ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ്. സിംഗിൾ ലൈവ് ബർത്ത്, അതായത് ലൈവ് ബേബിയാണ് നമ്മൾ ഔട്ട്കം ഓഫ് ഡെലിവറി നമ്മൾ പറയുന്നത്. ഓക്കെ അപ്പൊ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. പെരിപാർട്ടം പോസ്റ്റ്പാർട്ടം പീരീഡ്സിൽ വരുന്ന കുറച്ച് ഗൈഡ് ലൈൻസ്. പെരിപാർട്ടം പോസ്റ്റ്പാർട്ടം പീരീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വൺസ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി വരെയുള്ള കാര്യങ്ങളായിരുന്നു. ഇനിയിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം പെരിപാർട്ടം ആൻഡ് പോസ്റ്റ്പാർട്ടം, പോസ്റ്റ്പാർട്ടം പീരീഡും പെരിപാർട്ടം പീരീഡും എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ആൻഡ് കണ്ടിന്യൂസ് ഫോർ ദ 6 weeks ഫോളോയിങ് ഡെലിവറി. അതായത് പോസ്റ്റ്പാർട്ടം ഡെലിവറി ഇന്നാണ് ഡെലിവറി എങ്കിൽ ഇന്ന് തൊട്ട് മുന്നോട്ടുള്ള 6 ആഴ്ചയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പെരിപാർട്ടം പീരീഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി ടു 5 months ഓഫ് പോസ്റ്റ്പാർട്ടം. ഓക്കെ, അപ്പം അതായത് ഇന്നാണ് ഡെലിവറി എങ്കിൽ ഇതിന് മുന്നോട്ടുള്ള 1 മാസവും ഡെലിവറി കഴിഞ്ഞുള്ള 5 മാസവും മൊത്തം 6 മാസമാണ് പെരിപാർട്ടം പീരീഡിൽ വരുന്നത്. പോസ്റ്റ്പാർട്ടത്തിൽ വരുന്നത് 6 ആഴ്ച, ഡെലിവറി തൊട്ട് മുന്നോട്ടുള്ള 6 ആഴ്ചയാണ് പോസ്റ്റ്പാർട്ടം പീരീഡിൽ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മറന്നുപോലെ പെരിപാർട്ടവും പോസ്റ്റ്പാർട്ടവും കൂടെ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വരുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് പെരിപാർട്ടം ആൻഡ് പോസ്റ്റ്പാർട്ടം പീരീഡ്സിനകത്ത് ഇന്നത്തെ വന്നിരിക്കുന്നത് പോസ്റ്റ്പാർട്ടത്തിന്റെ വീക്സ് ആണ് ഇരിക്കുന്നത് 6 weeks, പെരിപാർട്ടം എന്ന് പറഞ്ഞാൽ 6 months ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് pregnancy related complication after 6 weeks period. ഇപ്പം നമുക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഇപ്പം പ്രഗ്നൻസിയിൽ മാത്രമല്ല, പ്രഗ്നൻസി കഴിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ഇപ്പൊ നമുക്കിപ്പം വെയിറ്റ് ബെയറിംഗ് കൂടുന്ന ടൈം, ഇപ്പം ബേബിയുടെ വെയിറ്റും അങ്ങനെയല്ല നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. അപ്പൊ ആ വെയിറ്റ് ഗെയിൻ ആയി കഴിയുമ്പോൾ ചില ലേഡീസിന് നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ് വെരിക്കോസ് വെയിൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അവർക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ അത് ഉണ്ടാവും വെരിക്കോസ് വെയിൻസ്, ബട്ട് അത് മാനേജബിൾ ആയിരിക്കും. ബട്ട് വൺസ് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഇത് ചിലപ്പം കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരും. ഓക്കെ, അപ്പം നല്ല കോംപ്ലിക്കേഷൻ ആയിട്ട് പോകും. അപ്പൊ അത് ചിലപ്പോൾ സർജിക്കൽ മാനേജ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്ക് ഈ വെരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷൻ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് പെരിപാർട്ടത്തിലാണെങ്കിൽ, പെരിപാർട്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴാ, ഡെലിവറിക്ക് 1 മാസം മുന്നേ, ഡെലിവറി കഴിഞ്ഞ് 5 മാസമാണ് പെരിപാർട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ സമയത്താണ് നമുക്ക് പേഷ്യന്റിന് വെരിക്കോസ് വെയിൻ കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചു വരുന്നതെങ്കിൽ പോലും നമ്മൾ O സീരീസ് കോഡായിരിക്കും നമ്മൾ പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് O കോഡ് എന്ന് പറഞ്ഞാൽ O87.4 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് കോഡായിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് കോഡ് എന്നല്ല, അതായിരിക്കും നമ്മുടെ കോഡായിട്ട് വരുന്നത്. വാരിക്കോസ് വെയിൻ ഓഫ് ലോവർ എക്സ്ട്രിമിറ്റി ഇൻ ദ പ്യൂപ്പേറിയം എന്നാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഇവിടെ നമ്മൾ വീക്സ് ഓഫ് ജസ്റ്റേഷൻ കോഡ് ചെയ്തിട്ടുള്ള ഡെലിവറി ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത് പെരിപാർട്ടം ആയതുകൊണ്ട് O സീരീസ് കോഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. O87.4 ആയിരിക്കും നമുക്ക് കോഡ്സ് വരുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പോസ്റ്റ്പാർട്ടം പീരീഡ് എന്താണ്, പെരിപാർട്ടം പീരീഡ് എന്താണ്. ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്മിഷൻ ഫോർ റൂട്ടീൻ പോസ്റ്റ്പാർട്ടം കെയർ ഫോളോയിങ് ഡെലിവറി ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഇതിനി എന്നത് ഇനി ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. അഡ്മിഷൻ ഓഫ് റൂട്ടീൻ പോസ്റ്റ്പാർട്ടം കെയർ ഫോളോയിങ് ഡെലിവറി ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഇതിനവർ പറഞ്ഞിരിക്കുന്നത് when the mother delivers outside the hospital prior to admission and is admitted for routine postpartum care and no complication is noted. Code Z39.0 encounter for care and examination of mother immediately after delivery. That means for example ഇപ്പം ഡെലിവറി പെയിൻ ഒക്കെ ആയിട്ട് പോകുന്ന ടൈമിൽ ഇപ്പം ഔട്ട്സൈഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, അതിപ്പം ഇപ്പോൾ ഹോം കെയർ സെറ്റിംഗ്സിലൊക്കെയാണ് ഡെലിവറി നടക്കുന്നത്, അല്ലെങ്കിൽ ഓൺ ദ വേ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ഡെലിവറിയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസസിനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡെലിവറി ആയാലും നമ്മൾ വേഗം തന്നെ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും. അപ്പൊ ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിന് വരുന്ന കാറ്റഗറി കോഡാണ് Z39.0. ഓക്കെ, അതായത് ഔട്ട്സൈഡ് ഹോസ്പിറ്റലായിരിക്കും, ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ ആയിരിക്കത്തില്ല പേഷ്യന്റിന്റെ ഡെലിവറി നടക്കുന്നത്. ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഹോം കെയറിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഫോർ ഇമ്മീഡിയറ്റ് കെയർ നമ്മൾ മദർ ആൻഡ് ബേബിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കേസസിലാണ് Z39.0 എന്ന് പറയുന്ന കാറ്റഗറി കോഡ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി അസോസിയേറ്റഡ് കാർഡിയോമയോപ്പതി. ഓക്കെ, പ്രഗ്നൻസി അസോസിയേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത് ഇതിനകത്തില് 3rd trimester ആവുന്ന സമയത്ത് ചില സമയത്ത് പേഷ്യൻസിന് ലൈക്ക് pregnancy associated cardiomyopathy is unique in that may be diagnosed in the 3rd trimester of pregnancy but may continue to progress months after delivery. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കംപ്രഷൻ കൂടുന്ന കാരണമാണ് നമുക്ക് ഇങ്ങനെ
കുഞ്ഞ് ഡെവലപ്പ് ആകുമ്പോഴത്തേക്ക് യൂട്രസ് ഇങ്ങനെ മോളോട്ടും ഇങ്ങനെ വികസിച്ച് വരത്തില്ല. അപ്പൊ നമ്മുടെ റിബ് കേജ് കംപ്ലീറ്റ്ലി നമുക്ക് കംപ്രസ്ഡ് ആവും. അപ്പൊ അങ്ങനെ വരുന്ന ടൈമിലാണ് നമുക്ക് ഇങ്ങനത്തെ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസും കാർഡിയക് കോംപ്ലിക്കേഷൻസും അങ്ങനത്തെ ഒക്കെ വരുന്നത്. അത് പ്രഗ്നൻസി ടൈമിൽ ഡെവലപ്പ് ആയതാണെങ്കിൽ കേട്ടോ. പിന്നെ ചിലർക്കുണ്ടാവും നോൺ കേസ് ഓഫ് കാർഡിയോമയോപ്പതി ഉള്ള കേസസ് ഉണ്ടാവും, നോൺ കേസസ് ഓഫ് കാർഡിയാക് ഇഷ്യൂസ്. അത് ഡിഫറൻറ്റ് സിനാരിയോ ആണ് കേട്ടോ. അപ്പൊ ഇത് ഡെലിവറിയുടെ ടൈമിലുള്ളതാണെങ്കിൽ വൺസ് നമുക്ക് ആഫ്റ്റർ ഡെലിവറി ഇൻവല്യൂഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്രസ് നോർമൽ പൊസിഷനിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇൻവല്യൂഷൻ. അതിപ്പോൾ നമ്മളൊരു ബലൂൺ വീർപ്പിച്ച് വെച്ചേച്ചും അതിനകത്തെ കാറ്റഴിച്ച് വിടത്തില്ല. അപ്പൊ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ബലൂൺ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഫുൾ ടേം ആയിട്ടുള്ള ഒരു മദറിന്റെ വയറായിട്ട് കൺസിഡർ ചെയ്യുക. അതിനകത്ത് നമ്മൾ കാറ്റ് അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ബാക്ക് ഇത് ഫുള്ള് ബലൂൺ നോർമൽ വീർപ്പിക്കുന്നതിന് മുന്നേ ഉള്ള ഭാഗം ആവത്തില്ലേ, അതാണ് നമ്മുടെ നോർമൽ യൂട്രസിന്റെ ഭാഗം. അതാണ് ഇൻവല്യൂഷൻ പ്രോസസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻവല്യൂഷൻ ചെയ്യാനായിട്ട് ടൈം പീരീഡ് എടുക്കും. അതാണ് ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ അവർ പറഞ്ഞത് 6 weeks ടൈം എന്ന് അവർ പറഞ്ഞു. അപ്പൊ ആ ടൈം കൊണ്ട് റിസോൾവ് ആവുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോഡാണ് O90.3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാർഡിയോമയോപ്പതിക്കാണ് കോംപ്ലിക്കേഷൻ എങ്കിൽ നമ്മൾ O90.3 ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് O9A സീക്വലി ഓഫ് കോംപ്ലിക്കേഷൻ പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂപ്പേറിയം. ഓക്കെ, ഇതിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങൾ O94 ആഫ്റ്റർ ഇനീഷ്യൽ പോസ്റ്റ്മോർട്ടം പീരീഡ് സീക്വൻസിങ് ഓഫ് O94. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂപ്പേറിയം is for use of codes those can initial complication of pregnancy. ഇത്രയേ ഉള്ളൂ ഇനീഷ്യൽ കോംപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പേഷ്യൻറ്റിന് എന്തെങ്കിലും നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഒരു പെരിനിയൽ ടിയർ ഉണ്ടെന്ന് വെച്ചാൽ നോർമൽ എപ്പിസിയോട്ടമിയുടെ കാര്യമല്ല പറയുന്നത്, 3rd degree പെരിനിയൽ ടിയർ, 2nd degree പെരിനിയൽ ടിയർ, അങ്ങനെ എന്തെങ്കിലും ഡ്യൂ ടു സ്ട്രെസ് ഓഫ് ലേബർ അങ്ങനെ എന്തെങ്കിലും ഒരു ടിയർ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചാൽ നോർമലി ഡോക്ടേഴ്സ് ഇത് സ്യൂച്ചർ ചെയ്തു കാര്യങ്ങളെല്ലാം ചെയ്തു വിട്ടു. ദർ ഇസ് എ കോംപ്ലിക്കേഷൻ ഫോർ ദാറ്റ്. ആ ഒരു പർട്ടിക്കുലർ സ്യൂച്ചറിന് അല്ലെങ്കിൽ ആ ഒരു വൂണ്ടിന് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ പേഷ്യന്റ് എന്തായാലും അതിനൊരു ഫോളോ അപ്പിന് വരും. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു സീക്വലേക്കകത്ത് വരുന്നത് O94. അതായത് പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിയുടെ ടൈമിലുണ്ടായ ഒരു കോംപ്ലിക്കേഷന്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് പേഷ്യന്റ് വരുന്ന സമയത്താണ് നമ്മൾ O94 സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി വരുന്ന കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഇതാണ്, ലൈക്ക് ഈ പെരനിയൽ ടിയർ ഒക്കെയാണ് നോർമൽ ഡെലിവറിയുടെ കേസസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്. അപ്പൊ അങ്ങനെ വരുന്ന കേസസിലാണ് നമ്മൾ O94 സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫുള്ള് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ളത് ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കെയറും പറഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു 2 ഗൈഡ് ലൈൻ വരുന്നത് വെച്ചാൽ അബോർഷൻ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. എൻ്റെ ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അബോർഷൻ വിത്ത് ലൈവ് ബോൺ ഫീറ്റസ് എന്ന് പറയുമ്പോഴത്തേക്കും ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് ഇപ്പോൾ ഒരു 6th month അല്ലെങ്കിൽ 7th monthലൊക്കെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കോംപ്ലിക്കേഷൻ ഉണ്ടായെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ ഇപ്പം എന്തെങ്കിലും കാരണവശാൽ നമ്മളൊരു ടെർമിനേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ ആ ടെർമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈവ് ബോൺ ഫീറ്റസ്, അതായത് ജീവനുള്ള ഒരു കുഞ്ഞാണ് നമുക്ക് പുറത്ത് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Z33.2 ആയിരിക്കും നമ്മുടെ പ്രൈമറി കോഡ് വരുന്നത്. ലൈക്ക് എൻകൗണ്ടർ ഫോർ ഇലക്റ്റീവ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഡ്യൂ ടു എനി കോംപ്ലിക്കേഷൻസ് തന്നെ ആവാം. ഓക്കെ, ബേബിയുടെ കോംപ്ലിക്കേഷനോ മദറിന്റെ കോംപ്ലിക്കേഷനോ എന്ത് കാരണമാണെങ്കിലും നമ്മൾ ഒരു ഇലക്റ്റീവ് ടെർമിനേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ കേസിൽ നമ്മൾ Z33.2 ആയിരിക്കും പ്രൈമറി ആയിട്ട് കോഡ് കൊടുക്കുന്നത്. സെക്കൻഡറി ആയിട്ട് ബേബി ലൈവ് ആയത് കാരണം Z37 കൊടുക്കണം. ലൈക്ക് ഔട്ട്കം ഓഫ് ഡെലിവറി എന്താണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് Z37 കൂടെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ കോഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ പ്രൊഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ ഫോളോയിങ് ആൻ അബോർഷൻ. ഓക്കെ, റീറ്റെയിൻ പ്രൊഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ എന്ന് മുമ്പേ സെപ്സിസ് പറഞ്ഞ സമയത്ത് ഞാൻ അത് പറഞ്ഞായിരുന്നു റീറ്റെയിൻ പ്രോഡക്ട്സിന്റെ കാര്യം. ഇപ്പം നമ്മൾ അബോർഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം DNC പോലെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഇവർ പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൽ ചെയ്ത് പുറത്ത് പോകണമെന്ന് യാതൊരു വിധമായ നിർബന്ധമില്ല. ഇപ്പം എന്തെങ്കിലും ചെറിയൊരു ഫ്രാഗ്മെന്റ് ആണെങ്കിലും നമുക്ക് റീറ്റെയിൻ ആയിട്ട് നമുക്ക് യൂട്രസിൽ ഇരിക്കുവാണെന്നുണ്ടെന്ന രീതിയിൽ നമുക്കത് ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ദാറ്റ് ഇസ് എ ഫോറിൻ ബോഡി. അപ്പം ഫോറിൻ ബോഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇൻഫെക്ഷനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ തിങ് ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് കൺസെപ്ഷന്റെ റീറ്റെയിൻ പ്രൊഡക്ട്സ് കൺസെപ്ഷൻ ചെയ്യുന്ന ഫീറ്റസ് ആണ്. അപ്പൊ ആ ഒരു ഫീറ്റസിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ആ മിച്ചം വരുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ O03.38 എന്ന് പറയുന്ന കോഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഇവർ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ ആണെങ്കിൽ patient was seen 2 days ago for complete spontaneous abortion but returns today for UTI. Okay,
വിത്ത് അൾട്രാസൗണ്ട് ഷോയിങ് റീറ്റെയിൻ പ്രോഡക്ട്സ് ഓഫ് കൺസംഷൻ. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് പേഷ്യന്റ് 2 ദിവസം മുന്നേ സ്പോണ്ടേനിയസ് അബോർഷൻ ചെയ്തു, ബട്ട് ഇപ്പം പേഷ്യന്റ് UTI ആയിട്ടാണ് വരുന്നത്. അപ്പം സ്കാൻ ചെയ്തപ്പോഴത്തേക്കുമാണ് റീറ്റെയിൻ പ്രോഡക്ട്സ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പം ആ കേസിൽ O03.38 അതായത് UTI ഫോളോയിങ് ഇൻകംപ്ലീറ്റ് സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറഞ്ഞ കോഡായിരിക്കും നമ്മളവിടെ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നത് കോംപ്ലിക്കേഷൻസ് ലീഡിങ് ടു അബോർഷൻ, ദെൻ അബ്യൂസ് ഇൻ പ്രഗ്നന്റ് പേഷ്യന്റ്. കോംപ്ലിക്കേഷൻസ് ലീഡിങ് ടു അബോർഷൻ എന്ന് പറയുന്നത് നമുക്ക് O07 ആൻഡ് O08 കാറ്റഗറി, അത് ഇതൊക്കെ തന്നെയാണ്. ലൈക്ക് റീറ്റെയിൻ പ്രോഡക്ട്സിന്റെ കാരണം ഉണ്ടാകുന്ന സെപ്സിസ് അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നത് അബ്യൂസ് ഇൻ പ്രഗ്നൻസി. അബ്യൂസ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് 2 രീതിയിലാവാം. ഫിസിക്കൽ അബ്യൂസും ആവാം, സെക്ഷൽ അബ്യൂസും ആവാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമണിന് ഏതെങ്കിലും ടൈപ്പിലുള്ള ഒരു ഫിസിക്കൽ അബ്യൂസോ സെക്ഷൽ അബ്യൂസോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറി വെച്ചിട്ട് നമ്മൾ കോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിൽ O9A.3 ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിൽ, സെക്ഷൽ അബ്യൂസ് ആണെങ്കിൽ 4 ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2 ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് വരുന്നത്. ഈ അബ്യൂസിന്റെ കേസസും നമ്മൾ വേറൊരു ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.